ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉമ്മയൊക്കെ സൗദിയിൽ പോയ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവർ പോയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് ഷെയ്സൂട്ടൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാണ്. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിനെയും കൂടെ നമ്മൾ നൈബർ തന്നെയാണ്, അവനെയും കൂടെ പിക്ക് ചെയ്യാൻ വന്നതാണ്. നേരത്തെ എണീറ്റിട്ടുണ്ടാവുമല്ലോ രണ്ടാളും. അവരെ രണ്ടുപേരും മഞ്ചേരി ബസ് പോയിന്റിൽ ഇറക്കി കൊടുക്കണം. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കാണ് എത്താൻ പറഞ്ഞിട്ടുള്ളത്. മലമ്പുഴയാണ് പോണത്. രണ്ടാളും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അങ്ങനെ രണ്ടുപേരെയും വിട്ടിട്ട് ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഷെസിന് സ്കൂളുണ്ട്, ഷേസക്ക് സ്കൂളില്ല കേട്ടോ. ഷേസക്ക് മോഡൽ എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 2 ഹെൽത്തി റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഷെസിന് ലേറ്റ് ആവണ്ട വിചാരിച്ചിട്ട് പിന്നെ ഇതാ അതിലേക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഷെസിൻ സ്കൂളിൽ പോയി. അപ്പോൾ ഇത് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി, കുറച്ചും കൂടെ നേരത്തെ കുടിക്കാറുണ്ട്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും അതുപോലെ ഉമ്മയിപ്പൊക്കെ പോകാനൊക്കെ ഉള്ള തിരക്കൊക്കെ ആയപ്പോൾ എൻ്റെ ഡയറ്റും വർക്കൗട്ടൊക്കെ ആകെ കൂടെ തകിടം മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രാക്കിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്നത്. അല്ലാതെ ഇങ്ങനത്തെ ഒരു ശീലം ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഇത് മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു പട്ടയുടെ വെള്ളമാണ്. കറുകപ്പട്ട പൊടിച്ചിട്ടിട്ടുള്ള തിളപ്പിച്ചിട്ടുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് കപ്പിളിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് തന്നെ, ഞാൻ കുറേ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിറ്റ് കപ്പിളിനെ കുറിച്ച്. ഞാൻ അവരുടെ ട്രാൻസ്ഫോർമേഷൻ ടീമിൽ, ഓൺലൈൻ ട്രാൻസ്ഫോർമേഷൻ ടീമാണ്. അപ്പോൾ അവരുടെ ടീമിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഈ ഒരു കുറച്ചും കൂടി ചബ്ബിയായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ടോണ്ടാക്കിയെടുത്തത് അവരുടെ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു 3-4 വർഷം മുന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ അധികം ഭയങ്കര ഒരു എന്താ പറയുക ബൾജി ആയിട്ട് തടി കൂടിയിട്ടില്ല. പിന്നെ നമുക്കൊരു ടോണ്ടായിട്ട് ബോഡി നമുക്ക് അങ്ങനെ കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതായിരുന്നു ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കലുണ്ട്, ഇപ്പോഴും ഫിറ്റ് കപ്പിളിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ അടുത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഡയറ്റും വർക്കൗട്ടൊക്കെ ആകെ തകിടം പറഞ്ഞുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഒരു ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഫിറ്റ് കപ്പിളിൻ്റെ കൂടെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അവർ ഒരു ഡയറ്റീഷ്യൻ, ഒരു പേഴ്സണൽ ഡയറ്റീഷ്യൻ ഉണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻസും വർക്കൗട്ടും ആണ് അവർ തരിക. അതായത് ഇപ്പം ബാക്ക് പെയിനും നീ പെയിനൊക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ചുള്ള വർക്കൗട്ടും കാര്യങ്ങളുമാണ് തരിക. പിന്നെ പേഴ്സണൽ ഡയറ്റീഷ്യൻ ഉണ്ടാവും. നമ്മളുടെ നമ്മളെന്താണ് കഴിക്കണത് അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറ്റീഷ്യനും ഉണ്ടാവും. അവരിപ്പോൾ ഒരു ആപ്പ് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പേളിമാണിയാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ആപ്പ് ത്രൂ ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് റെസിപ്പീസും ഒക്കെ ഈ ഒരു ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വർക്കൗട്ടും അതുപോലെ വാട്ടർ ഇൻടേക്കൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു ആപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആ ആപ്പും കൂടെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ കൂടെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറും അതുപോലെ തന്നെ പേഴ്സണൽ ഡയറ്റീഷ്യനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കഴിഞ്ഞു കേട്ടോ. ഇനി അസ്കർക്കാക്ക്
ഫുഡൊക്കെ ആക്കി കൊടുക്കട്ടെ. അസ്കർക്കാരെ പറഞ്ഞയച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് കുറച്ച് സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അസ്കർക്ക് പറഞ്ഞ അസ്കർക്ക് ചോറ് വേണ്ട, ഇന്ന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞപ്പം ചപ്പാത്തി ഇതാ ചൂടാണ്. അപ്പോൾ എനിക്കും ലഞ്ചിന് വേണ്ടിയിട്ടും ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഹെൽത്തി നൂഡിൽസാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയും കൂടെ ഇപ്പം തന്നെ ഞാൻ ചുട്ടു വെച്ചു കേട്ടോ. അപ്പോൾ അസ്കർക്കാക്ക് രാവിലത്തെ മുട്ടക്കറിയും ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഫോണിൽ റിമൈൻഡർ വന്ന് കിടക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 8:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മീൽസ് എല്ലാം ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അവരുടെ ഈ ആപ്പിൽ. അപ്പോൾ ഇതാ ഞാൻ പത്തിരിയാണ് കഴിക്കുന്നത്. അപ്പം അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോയും എടുത്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ആപ്പിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറ്റീഷ്യനും ട്രെയിനറിനൊക്കെ സെയിം ടൈമിൽ അപ്ഡേറ്റ് ആയിട്ട് അവർക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി മാത്രമല്ല കേട്ടോ കഴിക്കാൻ പറ്റും, നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ പറ്റും. അപ്പോൾ അവരുടെ കാലറി ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 6 മീലായിട്ടുള്ള 6 മീലിനും ഒരുപാട് റെസിപ്പീസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൽ ഇതാ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കുക്കിംഗ് അറിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കിയിട്ട് നമുക്ക് റെസിപ്പീസ് ട്രൈ ചെയ്യാനും പറ്റും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പം ഒരു അരമണിക്കൂർ ഫുഡ് കഴിച്ച് ഒരു അരമണിക്കൂർ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ക്ലീനിങ് ഒക്കെ ഒന്ന് തീർക്കട്ടെ. കുറച്ച് ചന വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങിയതാട്ടോ. സ്റ്റെപ്സ് എന്നും എടുക്കാറില്ല, സമയത്തിനനുസരിച്ചൊക്കെ ഇങ്ങനെ ചെയ്യലാണ്. പിന്നെ അധികം പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റെപ്സും പിന്നെ വർക്കൗട്ടും രണ്ടും കൂടെ ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്നുള്ളതും ഇതിൽ കാണിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 6 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് അന്നത്തെ ദിവസം വർക്കൗട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. വർക്കൗട്ട് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടിൻ്റെ വീഡിയോ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ അത് നോക്കിയിട്ട് ചെയ്യാണ്. ഇന്നത്തെ വർക്കൗട്ടും സ്റ്റെപ്സും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ സ്റ്റെപ്സ് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും കേട്ടോ. ഇപ്പോൾ കുക്കിംഗ് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സോയ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു മോരുകറി ഉണ്ടാക്കി. ഇനി ചിക്കൻ പൊരിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുളി കഴിഞ്ഞിട്ട്. അപ്പോൾ വർക്കൗട്ടും കാര്യങ്ങളും ക്ലീനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ കുളി കഴിഞ്ഞിട്ട്. അപ്പം ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണിൽ കുറച്ചും കൂടെ പരിപാടി ഉണ്ട്. എനിക്ക് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഷേസ് ഉണ്ട് കേട്ടോ അവിടെ. ഷേസൊക്കെ സ്റ്റഡി ലീവാണ്. അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ മക്കൾ വന്നു കഴിഞ്ഞാൽ രാത്രി അവർക്കും കൊടുക്കാമല്ലോ. പിന്നെ എൻ്റെ ലഞ്ച് റെഡിയാക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ നൂഡിൽസിൻ്റെ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസും ഒന്ന് കട്ട് ചെയ്യട്ടെ. ക്യാരറ്റും ക്യാപ്സിക്കും ക്യാബേജ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് ഞാൻ എൻ്റെ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഞാൻ മക്കൾക്ക് ഇനി വൈകുന്നേരം അവർക്കിത് കൊടുക്കാമല്ലോ വെച്ചിട്ട്, അവർക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവർക്കുള്ളതിലേക്കാണ് ക്യാബേജ് കൂട്ടണത്. എനിക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ ക്യാബേജ് കഴിക്കാൻ പാടില്ല എന്ന് ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സവാളയുടെ ഒരു പീസും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് വേണ്ടത്. അപ്പം ഞാനിത് കുറച്ചധികം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മക്കൾക്കും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ക്യാബേജ് ഞാൻ മക്കളുടെയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ചപ്പാത്തി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചപ്പാത്തി നൂഡിൽ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ലഞ്ചൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഡയറ്റ് ചെയ്യാനും അധികം ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആപ്പും കൂടെയാണ് ഫിറ്റഡ് കപ്പിളിൻ്റെ ഈ ഒരു ആപ്പ്. ആദ്യം നമുക്ക് കുറേ റെസിപ്പീസൊക്കെ ആപ്പ് ഇല്ലാത്ത സമയത്തും ഡയറ്റീഷ്യൻ നമുക്ക് കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ആപ്പിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ വൈകുന്നേരം ഒന്ന് മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുകയാണ്. അപ്പം ഉമ്മാൻ്റെ മത്തൻ്റെ വള്ളിയാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കിയതാണ്. ഇതുമെന്നുള്ള മത്തനൊക്കെയാണ് അവർ സൗദിക്കൊക്കെ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇനിയും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കുകയാണ്. ഇനി ഡിന്നർ റെഡിയാക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു ഈവനിങ് മീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ അതിന് ഒരു പീസ് സ്വീറ്റ് പൊട്ടാറ്റോ മതി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മക്കൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പം എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇല്ലെങ്കിൽ നോർമൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഇത്രയും കാര്യങ്ങളും കൂടെ ആവശ്യമുണ്ട്. ശരിക്കും ചെറിയ ടൊമാറ്റോ ആണ് ആവശ്യമുള്ളത്. ചെറിയ ടൊമാറ്റോ കിട്ടിയില്ല. പിന്നെ ലെറ്റ്യൂസും എടുത്തിട്ടുണ്ട്. ലെറ്റ്യൂസോ സ്പിനാച്ചോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലെറ്റ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ നമ്മൾ ആപ്പിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതിലേക്ക് ചിക്ക് പീസും കൂടെ ആണ് കേട്ടോ ആവശ്യമുള്ളത്. അത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതാ നമ്മളുടെ സ്വീറ്റ് പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ എന്നിട്ടൊരു സാലഡ് ഡ്രസ്സിങ്ങും കൂടെ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ ചിക്ക് പീസും സ്വീറ്റ് പൊട്ടാറ്റോയും ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതാ കുറച്ച് ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് ഒലീവ് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് സാലഡ് ഡ്രസ്സിങ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഡിന്നറും റെഡിയായി. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ബൗളിനൊരു ബൗളാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ 6 മണി 6:30 ഉള്ളിൽ ഡിന്നർ കഴിക്കും കേട്ടോ. നമ്മൾ ഏറ്റവും നേരത്തെ കഴിക്കുന്നതാണ്, ഡിന്നറൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെയാണ് കഴിക്കൽ. അപ്പോൾ മക്കൾക്കൊക്കെ ഈ ഒരു സാലഡ് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫിറ്റഡ് കപ്പിളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.